രണ്ട് ചമ്മന്തി, മുതിര ചമ്മന്തി. നമുക്ക് മുതിര ചമ്മന്തി അരയ്ക്കാമേ. ഇതുണ്ടോ മുതിര, ഒരുപാട് ആരോഗ്യ ഗുണമൊക്കെ ഉള്ളതാണ് മുതിര. ആദ്യം നമുക്ക് മുതിര ഒന്ന് കഴുകി എടുക്കാമേ. ഉണ്ട് മുതിര ഇവിടെ വെള്ളം ഊറാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വെള്ളം ഊറി. നമുക്ക് ഈ മുതിര ഒന്ന് വറുത്തെടുക്കാം. മുതിര വറുത്തെടുക്കാമേ. ഒന്ന് പൊട്ടാൻ തുടങ്ങും, അന്നേരമാണ് നമുക്ക് എടുക്കണ്ടേ. പടപടാന്ന് പൊട്ടും. അതുവരെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചമ്മന്തി കഴിക്കണമെന്ന് തോന്നുമ്പം കുറച്ച് മുതിര എടുത്തിട്ട് കഴുകി വെയിലത്തിട്ടോ ഉണക്കണം. വെയിലത്തിട്ട് ഉണക്കണം. അപ്പം നമ്മൾ ഈ വറക്കുന്നത് എളുപ്പം ചെയ്യാൻ വേണ്ടി ഇതുപോലെ വെയിലത്തിട്ട് ഉണക്കിയിട്ട് പാത്രത്തിലെടുത്തങ്ങ് വെച്ചാൽ മതി. പിന്നെ ചമ്മന്തി കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഓടിച്ചെന്ന് അതേ ഒരു ശാലം എടുത്ത് ഈ കഴുകുന്നതും സമയമൊന്നും അധികം അപ്പം പോകത്തില്ല. പിന്നെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് മുതിര ചമ്മന്തി കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഓടിച്ചെന്ന് അരച്ച് കഴിക്കാം. അതുപോലെ വറുത്തെടുത്ത് വെച്ചാൽ മതി. കുറച്ചധികം മുതിരയ്ക്ക് ഭയങ്കര ശക്തിയുള്ളതാണ്, ഗുണമുള്ളതാണ്. അതുകൊണ്ടാണ് ഹോഴ്സ് ഗ്രാം എന്ന് പറഞ്ഞാൽ കുതിരയ്ക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിച്ചാൽ കുതിരയെ പോലെ ഓടും. എൻ്റെ പൊട്ടാൻ തുടങ്ങിയേ, നല്ല മണവും വന്നു. എൻ്റെ ഇത് പൊട്ടാനും തുടങ്ങി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ പാത്രത്തിലോട്ട് എടുക്കാമേ. ചമ്മന്തി അരയ്ക്കാം നമുക്ക്. തേങ്ങയെ കരിയാപ്പില, ഉള്ളി, ചെറിയ കഷ്ണം കുരു എടുത്ത് കളഞ്ഞ പുളിയാന്നേ. ഇതങ്ങോട്ടിട്ടു. മുളക് ചൂടാക്കി ചതച്ച് വെച്ചിരുന്നതാണ്. വറുത്ത മുളക, പച്ചയല്ല. നമ്മുടെ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇഷ്ടമാണെങ്കിൽ ഇഞ്ചി ഇടാം. ഉപ്പ് ഇട്ട് അരച്ചോട്ട് വരാമേ. അരയ്ക്കാൻ വേണ്ടി ഒരിച്ചിരി വെള്ളം. തേങ്ങായ വെള്ളം ഉണ്ട്, അതുകൊണ്ട് ഒത്തിരി വേണ്ട. ഇങ്ങനെ എടുത്താൽ നമുക്ക് ഉടനെ ചോറ് കഴിക്കാം. അതല്ല, ഇത് 1-2 ദിവസം വെക്കണമെങ്കിൽ ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഇത് അതിനകത്തൊട്ടിട്ടങ്ങ് ചൂടാക്കണം. 4 ദിവസം കേടാകത്തില്ല. ഇത് ഇന്ന് കഴിക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. കൈ കൊള്ളത്തില്ല, കൊച്ചുരുള ഉരുട്ട. എന്താ രണ്ട് ചമ്മന്തി, മുതിര ചമ്മന്തി.